വിശേഷം? ഹലോ കൂട്ടുകാരെ, മോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാനും കൂടി വചനം പറയാൻ കൂടിക്കോട്ടെ എന്ന്. അപ്പം അവളെൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് പ്രഭാഷകൻ 11:17 ദൈവകൃപ ശാശ്വതമായ അനുഗ്രഹം അല്ലെങ്കിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. അപ്പം ഈശോയുടെ വചനം നമ്മളോട് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ മാറിപ്പോകാവുന്ന നിലനിൽക്കാത്ത ഒരു ഐശ്വര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അനുഗ്രഹത്തെ പറ്റിയോ അല്ല. എന്നും നിലനിൽക്കുന്ന, എന്നും കൂടെയുള്ള, നമ്മളോടൊപ്പമുള്ള ഒരു അനുഗ്രഹത്തെ പറ്റിയും ഐശ്വര്യത്തെ പറ്റിയുമാണ് ഇന്നത്തെ ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ചില കൂട്ടുകാർ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പല അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ചിലപ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നാറുണ്ട്, താൽക്കാലികമായിട്ടല്ലേ തോന്നാറുണ്ട്. എന്നാൽ ഈശോയുടെ മക്കൾക്ക് ഈശോ നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന, കൂടെ നിൽക്കുന്ന, ശാശ്വതമായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള നല്ലൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക്, ഞങ്ങൾ നിൽക്കുന്ന എല്ലാ മേഖലയിലേക്കും നിന്റെ എന്നും നിലനിൽക്കുന്ന, ഞങ്ങളെ വിട്ടുപിരിയാത്ത ഒരു നല്ല അനുഗ്രഹം, നല്ല ഐശ്വര്യം ഞങ്ങളുടെ ജോലിയുടെ മേഖലയിലും ഞങ്ങളുടെ ഭാവിയുടെ മേഖലയിലും എല്ലാം തന്ന്, ഞങ്ങളുടെ മക്കളുടെ മേലും എല്ലാം തന്ന് ഞങ്ങളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈശോയുടെ വലിയ ബലം, അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് രോഗിയായിട്ടുള്ളവരെ കുറിച്ച് നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. ഈശോയെ, ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർ, വീട്ടിൽ ഭവനങ്ങളിലൊക്കെ വയ്യാതെ കിടക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കെയർ ഹോമിലൊക്കെ ആയിട്ടിരിക്കുന്നവർ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൂടെ ഇരിക്കണമേ, ഈശോയെ ആശ്വാസം നൽകണമേ, ഈശോയെ സൗഖ്യം നൽകണമേ, ഈശോയെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബൈ.